നന്ദി ഹണി റോസ് ഈ വ്യാജ പരാതി നൽകി പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അതായത് ഹണി റോസ് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ട് പോലീസ് അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞതിന് ശേഷം ഹണി റോസ് അതേ പരാതി വീണ്ടും കൊണ്ടു കൊടുത്തു. പോലീസ് വീണ്ടും എനിക്കെതിരെ കേസെടുത്തു. BNS 79, IT Act 67 ഒക്കെ കടുത്ത വകുപ്പുകൾ എടുത്തിരിക്കുകയാണ്. എന്തിനാണ്? ഹണി റോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഹണി റോസിന് നന്ദി പറയുന്നത് ഇതേപോലുള്ള വ്യാജ പരാതികൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഇതിലൂടെയാണ് നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം പുരുഷ കമ്മീഷന്റെ ആവശ്യം ഈ നാട്ടിലുണ്ട് എന്ന്. അതായത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതായത് ഈ കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ സബ്മിഷൻ വന്നു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയന്റ് ഇല്ല, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, വേണമെങ്കിൽ ഹണി റോസ് കോടതി വഴി സമീപിക്കണമെന്നൊക്കെ. പെട്ടെന്ന് മാറി അതേ പരാതി വീണ്ടും കൊടുത്തപ്പോൾ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പോലീസുകാരുടെ മനസ്സെന്താണെന്ന് പറയട്ടെ. ഹണി റോസ് വീണ്ടും പരാതിയായി വന്നിട്ടുണ്ട്. അത് നമ്മൾ പരാതി ഒന്നും എടുത്തില്ലെങ്കിൽ, രാഹുൽ ഈശ്വറിന്റെ കേസ് എടുത്തില്ലെങ്കിൽ അവൻ നമുക്കെതിരെ പരാതി കൊടുക്കും. അന്ന് അവനെതിരെ ഒരു കേസ് എടുക്കും, അവൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ. എക്സാക്ട്ലി ഇതാ സംഭവിക്കുന്നത്. കൃത്യം പറഞ്ഞാൽ പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ പോലീസുകാർ പറയും നമുക്ക് പണിയൊന്നും ഉണ്ടാവണ്ട, നേരെ അവൾ ഇനി നമുക്കെതിരെ പരാതി കളിക്കാൻ, നമ്മൾ സ്ത്രീ വിരുദ്ധരാകും, നമുക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി വരും, നമ്മൾ എന്തിനീ തൊല്ലയൊക്കെ എടുക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പോയി ആ പരാതി അങ്ങ് കൊടുത്ത് രാഹുൽ ഈശ്വർ മെനക്കെട്ട് ജാമ്യം എടുത്തോട്ടെ, കേസിന് ഫൈറ്റ് ചെയ്തോട്ടെ. ഹണി റോസ് വെറുതെ പരാതി കൊടുത്തിട്ട് പോവാന്നൊന്നും കരുതണ്ട. ഈ വ്യാജ പരാതികൾ നമ്മുടെ രാഹുൽ ഈശ്വർ ഹണി റോസിന് നന്ദി അറിയിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ നന്ദി? ഈ രാഹുൽ ഈശ്വർ കുറെ നാളായിട്ട് പുരുഷ കമ്മീഷൻ വേണം എന്നും പറഞ്ഞിട്ട് അതിന്റെ പുറകെ നടക്കുകയാണ്. രാഹുൽ ഈശ്വർ മാത്രമല്ല, ഒരുപാട് ആൾക്കാര് പുരുഷ കമ്മീഷൻ വേണം എന്നും പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പുരുഷന്മാർ മാത്രമല്ല കേട്ടോ, കുറെ സ്ത്രീകളും ഇത് പുരുഷ കമ്മീഷൻ വേണം എന്ന് തന്നെ പറഞ്ഞ് അവരും ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചില സ്ത്രീകൾ കാരണം പുരുഷന്മാർ ദുരിതം അനുഭവിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ അവരെവിടാണ് പോയി പറയേണ്ടത്? അതുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണം എന്നുള്ളത് തന്നെയാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും. അതിനു വേണ്ടിയിട്ട് പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എത്രയും പെട്ടെന്ന് അതിൽ നിലവിൽ വരട്ടെ. ഇപ്പം ഹണി റോസ് ആണെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ടാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത്. അതിനെതിരെയാണ് ഈ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞത്. രാഹുൽ ഈശ്വറും ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. നഷ്ടപരിഹാരമായിട്ട് 10 കോടി രൂപയാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഹണി സുഖിക്കണ്ട എന്നാണ് പറയുന്നത്. കണ്ട ആണുങ്ങളെ എല്ലാം ഇതുപോലെ കോടതി കയറ്റിയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയും അവർക്കെതിരെ പരാതിയും കൊടുത്ത് ഹണി മാത്രം അങ്ങനെ സുഖിക്കണ്ട. അപ്പൊ ഹണി റോസിനെതിരെ ഞാൻ പരാതി കൊടുക്കണം, 10 രൂപ എനിക്ക് കിട്ടണം. ഇതിന്റെ ബുദ്ധിമുട്ട്, അതായത് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഹണി റോസ് ഒന്ന് അറിയട്ടെ എന്നും കരുതി പറഞ്ഞിട്ടാണ് ഈ രാഹുൽ ഈശ്വർ ഇത് ചെയ്യുന്നത്. ഹണി റോസ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നല്ലോ. ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഷാർജയിൽ ജയാസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ഹണി റോസ് അവിടെ വന്നത്. അവിടെ വന്നപ്പോൾ ആ ഇട്ടിരുന്ന ഡ്രസ്സ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. ഈ ഡ്രസ്സിൽ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഒരു വ്യക്തിക്ക് ഏത് ഡ്രസ്സ് ഇടണമെന്ന് അവരവരാണ് തീരുമാനിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് തന്നെയുണ്ട്. പക്ഷെ ഇത് എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടൽ പോലെ പിടിച്ചു വെക്കുന്ന, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെ അവരെന്തോ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. എന്തൊക്കെയോ ഒരു പ്രദർശനം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണെങ്കിലും അവിടെ നല്ലൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടം വന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? ഹണിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം പ്രവാസി മലയാളികൾ അവിടെ തടിച്ചുകൂടിയത്. അപ്പൊ അതൊന്ന് കണ്ടു.
പണിക്ക് കിട്ടിയത് 8ന്റെ പണിയല്ല 16ന്റെ പണി എന്ന് പറയത്തില്ലേ, അതാണ് കിട്ടിയത്. ഈ സാധാരണ ഹണി റോസ് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ, ഏതൊരു ഉദ്ഘാടനത്തിന് വന്നിറങ്ങുമ്പോഴോ ഹണി റോസിന്റെ പേര് വിളിച്ചിട്ടാണ് ജനങ്ങൾ ആരവം ഇടുന്നത്. പക്ഷെ ഇതിപ്പോ ഹണി റോസ് വന്നപ്പോൾ ബോച്ച 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 എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ആവേശം കൊണ്ടത്. അപ്പൊ അത് ഈ ഹണി റോസിന് ഒരു വല്ലാത്ത ഷോക്ക് തന്നെയായിരിക്കാം, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഷോക്ക് തന്നെയായിരിക്കാം. എന്തായാലും ഹണി റോസ് ഇതുകൊണ്ടെങ്കിലും നന്നാവുമെന്ന് കരുതുന്നു. എന്തായാലും ഈ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഒരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്, അപ്പൊ അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. പ്രശസ്തമായ മുംബൈ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കി. ശരീരഭാഗം പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും സ്കേർട്ടിനും ക്ഷേത്രത്തിൽ വിലക്ക്. പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവരെ അടുത്ത ആഴ്ച മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കും. രേഷ്മ, മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് സിദ്ധിവിനായക ക്ഷേത്രം. നിലവിൽ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള ഡ്രസ് കോഡുകളൊന്നുമില്ല, ആർക്കും എങ്ങനെയും പ്രവേശിക്കാം എന്ന ഇതായിരുന്നു. പക്ഷേ അതിന് ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. കാരണം പലപ്പോഴും അവിടെ ദർശനത്തിനെത്തുന്ന പല ആളുകളും ഡ്രസ് കോഡിൽ വലിയ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഡ്രസ് കോഡ്, പ്രത്യേക ഡ്രസ് കോഡുകൾ പാലിക്കാൻ. ശരീരഭാഗം പുറത്തു കാണിക്കുന്നതോ കീറിയ വസ്ത്രങ്ങൾ, കീറിയ ജീൻസ്, കട്ട്സ് എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. അത് പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കും. ഒരാഴ്ച വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഡ്രസ് കോഡുകൾ കൃത്യമായി പാലിക്കാതെ വരുന്നവരെ പ്രവേശിപ്പിക്കില്ല എന്നാണ് ക്ഷേത്രം. ഇതാണ് നമ്മുടെ കേരളത്തിലും വരേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് നന്ദി ഹണി റോസ് ഈ വ്യാജ പരാതി നൽകി പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അതായത് ഹണി റോസ് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ട് പോലീസ് അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞതിന് ശേഷം ഹണി റോസ് അതേ പരാതി വീണ്ടും കൊണ്ടു കൊടുത്തു. പോലീസ് വീണ്ടും എനിക്കെതിരെ കേസെടുത്തു. BNS 79, IT Act 67 ഒക്കെ ഇട്ട് കടുത്ത വകുപ്പുകൾ എടുത്തിരിക്കുകയാണ്. എന്തിനാണ്? ഹണി റോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഹണി റോസിന് നന്ദി പറയുന്നത് ഇതേപോലുള്ള വ്യാജ പരാതികൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഇതിലൂടെയാണ് നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം പുരുഷ കമ്മീഷന്റെ ആവശ്യം ഈ നാട്ടിലുണ്ട് എന്ന്. അതായത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ സബ്മിഷൻ വന്നു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയന്റ് ഇല്ല, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, വേണമെങ്കിൽ ഹണി റോസ് കോടതി വഴി സമീപിക്കണമെന്നൊക്കെ. പെട്ടെന്ന് മാറി അതേ പരാതി വീണ്ടും കൊടുത്തപ്പോൾ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പോലീസുകാരുടെ മനസ്സെന്താണെന്ന് പറയട്ടെ. ഹണി റോസ് വീണ്ടും പരാതിയായി വന്നിട്ടുണ്ട്, അത് നമ്മൾ പരാതി ഒന്നും എടുത്തില്ലെങ്കിൽ, രാഹുൽ ഈശ്വറിനെ കേസ് എടുത്തില്ലെങ്കിൽ അവൻ നമുക്കെതിരെ പരാതി കൊടുക്കും. അന്ന് അവനെതിരെ ഒരു കേസ് എടുക്കും, അവൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ. എക്സാക്ട്ലി ഇതാ സംഭവിക്കുന്നത്. കൃത്യം പറഞ്ഞാൽ പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ പോലീസുകാർ പറയും നമുക്ക് പണിയൊന്നും ഉണ്ടാവണ്ട, നേരെ അവൾ ഇനി നമുക്കെതിരെ പരാതി കളിക്കാൻ, നമ്മൾ സ്ത്രീ വിരുദ്ധരാകും, നമുക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി വരും, നമ്മൾ എന്തിനീ തൊല്ലയൊക്കെ എടുക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പോയി ആ പരാതി അങ്ങ് കൊടുത്ത് രാഹുൽ ഈശ്വർ മെനക്കെട്ട് ജാമ്യം എടുത്തോട്ടെ, കേസിന് ഫൈറ്റ് ചെയ്തോട്ടെ. ഹണി റോസ് വെറുതെ പരാതി കൊടുത്തിട്ട് പോകാനൊന്നും കരുതണ്ട. ഈ വ്യാജ പരാതികൾ